നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആ കാൽച്ചുവട്ടിലായിരിക്കാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ഈ വർഷം നമ്മളെ വിട്ട് കടന്നു പോകുന്നത് ഒരാത്മീയ അധപ്പതനം കണ്ടിട്ടായിരിക്കുകയില്ല, ഒരു വലിയ അനുഗ്രഹം കണ്ടിട്ടായിരിക്കും. ഹല്ലേലൂയ. അത് സംഭവിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ, ഈ ആത്മീക യോഗത്തിലൂടെ നൽകി തരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പണ്ട് യോശുവയുടെ കാലത്ത് ഇസ്രായേൽ സ്തോത്രം യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയം, സ്തോത്രം, അന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് അരുളി ചെയ്ത് പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തിയ ഒരു യുദ്ധസന്ധിയെക്കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആ ഭാഗത്തെക്കുറിച്ച് പ്രഭാഷകർ ആരോ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നത് ഇപ്രകാരമാണ്: സ്തോത്രം, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ യോശുവ മനസ്സിൽ നിശ്ചയിച്ചു, സ്തോത്രം, ഇസ്രായേലിൻ്റെ പരാജയം കണ്ടിട്ട് നീ അസ്തമിക്കണ്ട, സ്തോത്രം, വിജയം കണ്ടിട്ട് അസ്തമിച്ചാൽ മതി എന്ന്. ഹല്ലേലൂയ. ഉഡാരാബ ശന്തരാധ രക്ഷസി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ യോഗം നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടോ കരുതിക്കൂട്ടിയല്ല, പക്ഷെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൈവമക്കളായ ചിലരോട് പറയുന്നു, ഈ വർഷത്തിൻ്റെ അസ്തമയം നിന്റെ പരാജയം കണ്ടിട്ടല്ല, നിന്റെ തോൽവി കണ്ടിട്ടല്ല, നിന്റെ കണ്ണീര് കണ്ടിട്ടല്ല. ഏതൊക്കെ വസ്തുതയെ പിടിച്ചു നിർത്തേണ്ടി വന്നാലും, പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തേണ്ടി വന്നാലും, ദൈവാത്മാവിൽ വിശ്വസിക്കുക, നിന്റെയും കുടുംബത്തിൻ്റെയും വിജയം കണ്ടിട്ട്. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഒരു 1-2 മിനിറ്റ് ആത്മാവിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോട് പറ, പരാജയം കണ്ടിട്ട് പറഞ്ഞു വിടുന്ന ഒരു വർഷമല്ലിത്. ഇത് ഞങ്ങളുടെ ജയം കാണേണ്ടതിന്, ഞങ്ങളുടെ വിജയം കാണേണ്ടതിന്, ഞങ്ങളുടെ സന്തോഷം കാണേണ്ടതിന് സ്വർഗം ഞങ്ങൾക്ക് ഒരുക്കുന്ന ദിവസങ്ങളാണ്. ബാക്കി മുമ്പിൽ കിടക്കുന്ന ഹല്ലേലൂയ ചില ദിവസങ്ങളെന്ന് വിശ്വസിക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങാം. ബാക്കി കിടക്കുന്ന സ്തോത്രം 6-7 ദിവസങ്ങൾ, ഒരാഴ്ചക്കാലം ജീവിതത്തിൽ ചില വിഷയങ്ങളെ പിടിച്ചു നിർത്തണം. എന്നിട്ട് പറയണം, എൻ്റെ തോൽവി കണ്ടിട്ട്, എൻ്റെ സങ്കടം കണ്ടിട്ട്, എൻ്റെ പരാജയം കണ്ടിട്ട് അസ്തമിക്കാൻ വേണ്ടി ഒരുങ്ങണ്ട. ഈ വർഷം തീരുന്നത് ചില വിഷയത്തിൻ്റെ വിജയം കണ്ടുകൊണ്ടായിരിക്കണം, ചില കാര്യങ്ങളുടെ മറുപടി കണ്ടുകൊണ്ടായിരിക്കണം. അത് സംഭവിക്കട്ടെ. അതിനായിട്ട് തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് പലപ്പോഴും നിങ്ങൾക്ക് എന്നെ ശുശ്രൂഷാമുഖത്ത് പരിചയമുള്ളതുകൊണ്ട് അറിയാം, അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും മനസ്സിൽ കരുതി വെക്കാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിരന്തരമായി ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ മഹാദൈവം കൃപ തന്നതുകൊണ്ടും അതിന് അവസരം തരുന്നതുകൊണ്ടും പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വിചാരിക്കാത്ത വാക്കുകൾ, വിചാരിക്കാത്ത വ്യാഖ്യാനങ്ങൾ, വിചാരിക്കാത്ത ദൂതുകൾ ദൈവം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ജനം അത് ഏറ്റെടുക്കുന്നത് ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുക ചെയ്യും. നിങ്ങൾ ചിലരിന്ന് ദൂരത്തിരിക്കുന്നവർ ഇവിടെ വന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ 14-ാം നാൾ പങ്കെടുക്കുന്നവരും ദൈവസന്നിധിയിൽ ഒരു വലിയ വിജയം കണ്ടിട്ട് ഈ വർഷത്തെ പറഞ്ഞയക്കണം, സൗഖ്യം കണ്ടിട്ട് പറഞ്ഞയക്കണം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു നടപടിയും നടത്തിപ്പും ഉണ്ടാകണം. അതിന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാര്യത്തിന് ദൈവമായ കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം നമ്മളെ ഈ വർഷത്തിൽ നിന്ന് പുതുസംവത്സരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ. അത് സംഭവിക്കട്ടെ. അതിനായി അതെൻ്റെ മനസ്സിൽ പേറിക്കൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ബാക്കിയുള്ള സമയം ശുശ്രൂഷിപ്പാൻ ഞാൻ ഒരുങ്ങുകയാണ്. മോശയുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗമാണ് സ്തോത്രം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പകലിൽ ശുശ്രൂഷിക്കാൻ ദൈവമായ കർത്താവ് തന്നുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിപ്പാനുള്ള മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്തോത്രം, ഒരുമാതിരി എല്ലാം തുടർമാനമായി ശുശ്രൂഷകൾ നടക്കുന്ന ഒരു സ്തോത്രവേദിയാണല്ലോ പവർ വിഷൻ്റെത്. അതുകൊണ്ട് നിരന്തരമായി കേൾക്കുന്ന ആളുകൾക്കറിയാം, മോശയുടെ ജീവിതമൊക്കെ നമ്മൾ ഞെക്കി പിഴിഞ്ഞ് അതിനകത്തുള്ള എല്ലാ ദൂതുകളും ഒരുപക്ഷെ ദൈവദാസന്മാർ പവർ വിഷനിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് പ്രഭാഷകരുടെ മിടുക്കല്ല, തിരുവചനത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. സ്തോത്രം. പിന്നെയും വായിക്കുമ്പോൾ ഉറവ പറ്റാത്ത നദി പോലെ നമുക്ക് പിന്നെയും അറിയാത്ത ദൂതുകൾ ദൈവം പറഞ്ഞു തരുന്നത്. ഇന്ന് അതുപോലത്തെ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളുക. ഞാൻ വായിക്കാൻ ഒരുങ്ങുകയാണ്. 18-23 പുറപ്പാട്. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ആകാം. വലിയ പിരിമുറുക്കങ്ങളൊന്നും ഇല്ലാത്ത വളരെ സരളസുന്ദരമായ, വ്യാഖ്യാനിക്കാൻ പൊരുതിരിക്കാനൊന്നും അതിൽ തന്നെ ഇല്ലാത്ത സുന്ദരമായ ഒരു വാക്യമാണ് ആ വാക്യം. പക്ഷെ അതിൻ്റെ പശ്ചാത്തലങ്ങളിലാണ് ദൂത് കിടക്കുന്നത്. ചില വാക്യങ്ങളുടെ വാക്യത്തിനകത്ത് തന്നെയായിരിക്കും ദൂത് കിടക്കുന്നത്. അതിൻ്റെ പൊരുൾ തിരിക്കണം, അതിനെ നമ്മൾ വ്യാഖ്യാനിക്കണം, അതിനെ സ്തോത്രം നമ്മൾ തെളിയിച്ചു കൊണ്ടുവരണം. ചില വാക്യങ്ങളുടെ വാക്യത്തിനകത്തായിരിക്കത്തില്ല ദൂത് കിടക്കുന്നത്. ആ വാക്യത്തിൻ്റെ മുമ്പിലോ പുറകിലോ ചുറ്റുവട്ടത്തോ
അതിൻ്റെ പശ്ചാത്തലങ്ങളിലായിരിക്കും. ഈ വാക്യത്തിനകത്ത് സുന്ദരമായ സ്തോത്രം ഒരു വാക്യമാണ്, അതിൻ്റെ ചുറ്റുമാണ് ദൂത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്യം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ, അതിനകത്ത് നിന്നൊരു ദൂത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ഈ വാക്യത്തിലേക്ക് എത്തിച്ചേരാൻ എൻ്റെ കൂടെ നിങ്ങൾ ഒരു സഹയാത്രികനെ പോലെ ഈ ശുശ്രൂഷയിലായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇത് മോശയുടെ അമ്മായിയപ്പനായിരിക്കുന്ന യിത്രോ പറയുന്ന വാക്കാണ്. സ്തോത്രം, അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം ഇത് പറയാനുണ്ടായ കാരണം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഈ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നീ ഈ കാര്യം ചെയ്യുകയും, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, മരുമകന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ ഈ കാര്യം ചെയ്യുകയും നിന്റെ ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ആ വാക്കെനിക്ക് ഇന്ന് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്, നിനക്ക് നിന്ന് പൊറുക്കാം എന്ന വാക്ക്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ആ വാക്ക് സുന്ദരമാണ്. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാക്ക് ഇങ്ങനെയാണ്, യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ദി സ്ട്രെയിൻ. യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ദി സ്ട്രെയിൻ. നീ ഇപ്പം അനുഭവിക്കുന്ന സ്ട്രെയിൻ ഉണ്ടല്ലോ, നീ ഇപ്പം അനുഭവിക്കുന്ന സ്ട്രഗിൾ, അതിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കാനുള്ള കരുത്തുണ്ടാകാൻ യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ്. സ്തോത്രം, ദ സ്ട്രഗിൾ. ഇപ്പോൾ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നീ അനുഭവിക്കുന്ന, ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന ഈ ഭയങ്കര പ്രശ്നമുണ്ടല്ലോ, ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ തളരരുത്, നീ വീണു പോകരുത്, നീ ഇതിനകത്ത് പെട്ടുപോകരുത്, ഈ വിഷയം നിന്നെ കൊണ്ട് പോകരുത്. നീ കുറെ കൂടി ജീവിച്ചിരിക്കണം. നിന്നെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. നീ ജീവിച്ചിരുന്നെങ്കിലേ ഇവരൊരു കരപറ്റുള്ളൂ. അതിന് നീ അനുഭവിക്കുന്ന ഈ സ്ട്രെയിൻ, ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഇതിന്റെ നടുവിൽ നീ പിടിച്ചു നിന്നേ പറ്റൂ. ഇതിനെ ഫേസ് ചെയ്തേ പറ്റൂ. ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ എത്ര പേർക്ക് ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന്, മോശയുടെ അനുഭവത്തിൽ നിന്ന് ഈ വാക്കുകൾ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുമ്പോൾ എത്ര പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എൻ്റെ നാട്ടിൽ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ, ഈ ഇവരുടെ നടുവിൽ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന, ഒറ്റയ്ക്ക് യേശുവിനെ അറിഞ്ഞ് ഇറങ്ങി വന്ന ദൈവമക്കൾ കേട്ടോളണം. ഇവരുടെ നടുവിൽ പരീക്ഷ മനസ്സുള്ള, വിമർശിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന, എറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടി കല്ലുമായി നിൽക്കുന്ന ചിലരുടെ നടുവിൽ നീ വീണ് പോകരുത്, പിടിച്ചു നിന്നേ പറ്റൂ. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിങ്ങളുടെ കഴിവ്, ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, ദൈവത്തിന്റെ കൃപയോടെ ആ വാക്ക് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യ്. രോഗമോ, കഷ്ടമോ, കടഭാരമോ, ബുദ്ധിമുട്ടോ, പോരാട്ടങ്ങളോ, നിന്നയോ, കഷ്ടമോ എന്തുമാകട്ടെ, ആ ദൂതിലേക്ക് നിങ്ങളെ ഒന്ന് കൈപിടിച്ചിറക്കിയിട്ട് വേണം പിടിച്ചു നിൽക്കാനുള്ള വഴികൾ. ഈ പോർക്കളത്തിൽ അടുത്ത കൊല്ലം വിഷയങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പ്രസംഗിക്കാനല്ല പരിശുദ്ധാത്മാവിന്റെ പാലക്കാലം ഈ വേദിയിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ സ്വർഗം പറയുന്നു, നിനക്ക് എന്തൊക്കെ നേരിട്ടാലും നീ സ്ട്രെയിൻ ചെയ്യുന്ന, നീ സ്ട്രഗിൾ ചെയ്യുന്ന അനവധി വിഷയങ്ങളുടെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് പറയുന്നു, ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ കയറാൻ പോകുകയാ. ഫാസ്റ്റിംഗ് പ്രയറിന്റെ അവസാന ആഴ്ചയിലേക്ക്, ലാസ്റ്റ് 7 ഡേയ്സിലേക്ക് നമ്മൾ കയറാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ സ്വർഗം കണ്ടിരിക്കുന്നു. എന്നെ സ്നേഹിച്ച്, എന്നെ വിശ്വസിച്ച്, എന്റെ കാൽക്കൽ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന എന്റെ ജനം, ഹല്ലേലൂയ, അവർ ചില വിഷയങ്ങളുടെ നടുവിൽ, അവർ ചില പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കണം. യു വിൽ ബി ഏബിൾ. നീ അതിന് കരുത്തനാകണം, നീ അതിന് ശക്തനാകണം. സ്തോത്രം. അമ്മമാരോട് പറയാം, പ്രായം നോക്കണ്ട. പിതാക്കന്മാരെ, ബാക്കി കിടക്കുന്ന ആയുസ് ലജ്ജിതനായി പോകരുത്. വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു വഴി, സ്തോത്ര, പിശാചിന്റെ കോട്ടക്കകത്ത് കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടാകുമെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ കരുത്തരാക്കുന്നത് ഈ കഷ്ടങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ, ഈ പോർവിളികളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്തോത്ര പിശാചിന് മനസ്സിലാകണം. എന്തൊക്കെ അടവുകൾ സാത്താൻ എടുത്താലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മടുത്തു എന്ന് പറയാൻ, ഞങ്ങൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് മുമ്പേ സ്വർഗം അത് തട്ടിക്കളയുകയാണ്. പാസ്റ്ററേ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് 14-ാം ദിവസത്തെ ദൈവിക സന്ദേശം ദൈവാത്മാവ് പറയുന്നത്.
റിഖാന റബാല ശന്തരാധര. യേശുവിന്റെ നാമത്തിൽ സ്വന്തം ഭവനത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചില ക്രൂരന്മാരായ, ചില ജഡീകന്മാരായ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. അവരോട് ദൈവം പറയുന്നു, സ്തോത്രം, കെട്ടും കിടക്കെടുത്തോണ്ട് ഓടിക്കോളാനല്ല, ഞാൻ നിന്നെ അവരുടെ നടുവിൽ, ഈ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കണം. ആ ബൈബിൾ ഭാഷ തന്നെ ഉപയോഗിച്ച നിന്ന് പൊറുക്കണം. അതിനു വേണ്ടി കർത്താവ് ചില പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം കൈപ്പറ്റിക്കൊണ്ട് എഴുന്നേക്കാവും. അതിന് ഒരാകാംക്ഷഭരിതമായ ഹൃദയം ഉണ്ടാകണം. ആദ്യം ഒരു സ്റ്റേജ് ഷോ കാണാൻ ഇരിക്കുന്നത് പോലെ ടി വിയുടെ മുമ്പിൽ ഇരിക്കരുത്, ഈ ശുശ്രൂഷയുടെ മുമ്പിൽ ഇരിക്കരുത്. സ്തോത്രം, കരുത്തരാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തോട് പറയണം, എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ കർത്താവേ, എൻ്റെ കുഞ്ഞിനവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അവൾ മടുത്തു എന്ന് പലവട്ടം എന്നോട് പറഞ്ഞു. ഞാൻ വലിയ കടുങ്കയും ചെയ്യുമെന്ന് പറഞ്ഞു. അതൊന്നും സംഭവിക്കരുത്. ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രഭാഷകനാണ്. അതുകൊണ്ട് ദൈവസന്നിധി നിങ്ങളെ നോക്കി പറയുകയാണ്, സ്തോത്രം, ഒരു കൊല്ലം കൂടി കൃപയാൽ വലതും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ലോറി കയറി പോകുന്നത് പോലെ വിഷയങ്ങൾ വന്നതാണ്. മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ടും അനേകരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും ഒരു കൊല്ലം കൂടി ഒരു കണക്കിന് നമ്മൾ ഞെരിഞ്ഞു നിന്നു. പക്ഷെ അടുത്ത കൊല്ലവും ഇതേ സ്ഥിതി തുടരാൻ അനുവദിക്കാതെ ഈ നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. സ്തോത്രം, ഇതാണ് അമ്മായിയപ്പൻ മരുമകന് പറഞ്ഞു കൊടുത്തത്. എത്ര സ്നേഹമുള്ള അമ്മായിയപ്പനാ. സ്തോത്രം, നീ പിടിച്ചു നിൽക്കണം, നീ തകരരുത്, നീ തളരരുത്. നീ ഇങ്ങനെ സ്തോത്രം സ്ട്രെയിൻ ചെയ്താൽ ഒരുപക്ഷെ നിനക്ക് മുമ്പോട്ട് പോക്ക് ബുദ്ധിമുട്ടാവും, നീ തളർന്നു പോകും. അതുകൊണ്ട് അതിനുള്ള ഉപദേശമാണ്. അതിലേക്ക് വരാം. അതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂതിൻ്റെ ഡെപ്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ അധ്യായത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം, 18:1 ഞാൻ വായിക്കാം. ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവി വെച്ചത് മിദ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ കേട്ടു. അവൻ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ മോശ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറയും അവരുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. സ്തോത്രം, ആ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തുടക്കം അതാണ്. മോശ തൻ്റെ ആയുസിൻ്റെ 2ാമത്തെ 40 കൊല്ലം ആടുകളെ തീറ്റുന്ന തൊഴിലിലായിരുന്നു എന്നറിയാം. അതിന് നാന്ദി കുറിക്കുന്നത് യിത്രോ എന്ന് പറയുന്ന മിദ്യാനിലെ ഒരു പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിച്ചതാണ്. ആ ഭാഗമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം, നമുക്ക് പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിലേക്ക് പോകണം. അവിടേക്ക് പോയി വന്ന് ഈ 18ാം അധ്യായത്തിൽ എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ദൂത് പറഞ്ഞു നിൽക്കാനും നേരമില്ല. അതിൻ്റെ പേര് ഞാൻ നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം, ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ വേഗത്തിൽ കയറി വരികയും ചെയ്യാം. മോശ വിവാഹം കഴിക്കുമ്പോൾ, ആ വീട്ടിൽ ചെന്ന് വിവാഹം കഴിക്കുമ്പോൾ മോശ ഒരു മിസ്രയീമിനാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ്, മോശ അങ്ങനെയാണ് അവരോട് പറഞ്ഞെന്നതിനർത്ഥമില്ല. പക്ഷേ മോശയെ ഭാര്യ വീട്ടുകാർ സ്തോത്രം വിവാഹത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ മിസ്രയീമ്യൻ എന്ന ഒരു ഐഡന്റിറ്റിയിലാണ് വിവാഹം കഴിക്കുന്നത്. എവിടെ വാക്യം ഞാൻ പറഞ്ഞുതരാം. 2ാം അധ്യായത്തിൻ്റെ സ്തോത്രം 18-19 വാക്യങ്ങൾ, 2-18-19 പുറപ്പാട്. അവർ തങ്ങളുടെ അപ്പനായ റഘുവേലിൻ്റെ അടുക്ക വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രയീമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, ആടുകളെ കുടിപ്പിച്ചു എന്നവർ പറഞ്ഞു. അവൻ തൻ്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നത് എന്ത്? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. മോശയ്ക്ക് അവനോടുകൂടെ പാർക്കാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു. ആ ഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പെൺപിള്ളേർക്ക് സ്തോത്രം വെള്ളം കോരി കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അവരന്ന് സാധാരണ ആടുകളെ തീറ്റി വീട്ടിൽ ചെല്ലുന്നതിനേക്കാൾ നേരത്തെ ചെന്നു. അപ്പം ചോദിച്ചു, സാധാരണ നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ ഒരു 6 മണിക്കും 6:30 സന്ധ്യയോടുകൂടി വരാറുള്ളൂ. ഇന്ന് 4 മണിയാകുമ്പോഴത്തേക്കും പെൺകുച്ചുങ്ങൾ വീട്ടിലെത്തി. അപ്പം ചോദിച്ചു, നാടുകൾക്ക് വെള്ളം തീറ്റൊന്നും കൊടുത്തില്ല, എന്നെത്ര നേരത്തെ വന്നേ? അവൾ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു സംഭവം നടന്നു. അപ്പാ, എന്താ സംഭവം? ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കോരാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ നാട്ടിലെ ചില ആളുകൾ അവർ ഞങ്ങളുടെ സ്തോത്രം ഈ പെൺകുച്ചുങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആടുകളെ വെള്ളം കൊടുക്കുന്നിടത്ത് അവരെ ശല്യപ്പെടുത്താൻ ചെന്നു. ഇപ്പം മോശയ്ക്കകത്തൊരു നേതാവുണ്ട് എപ്പോഴും. അതുകൊണ്ട് അനീതി കണ്ടാൽ അദ്ദേഹം എവിടെയാണെങ്കിലും, അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തലേ തുണിയിട്ട് നടക്കുമ്പോൾ നടക്കുക, എന്നാൽ അദ്ദേഹത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആത്മീക നേതാവുണ്ട്. അവർക്കൊരു പ്രശ്നമുണ്ട്, അനീതി കാണുമ്പോൾ ഇടപെടാതിരിക്കാൻ പറ്റിയല്ല. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് മോശ അവരെ ആട്ടി ഓടിച്ചു. എന്നിട്ട് ഈ കൊച്ചുങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തു. പെട്ടെന്ന് അവർ പണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു മിസ്രയീമ്യൻ, ആ വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുക, വേണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കിടന്നോ. മിസ്രയീമ്യൻ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കോരി തന്നു. വാസ്തവത്തിൽ മോശ മിസ്രയീമ്യൻ അല്ലല്ലോ, ഇസ്രായേലിനല്ലേ, യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചവനല്ലേ. പക്ഷേ അവിടെ ചെന്ന് പറഞ്ഞത് മിസ്രയീമ്യൻ എന്നാണ്. കണ്ടാ 40 കൊല്ലം ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട ആ സ്റ്റൈൽ ജീവിച്ച് നമ്മുടെ പിള്ളേരും കൂടി കേൾക്കാൻ വേണ്ടി പറയുക. അതുപോലെ മുടിയും വെട്ടി, അതുപോലത്തെ കുപ്പായം ധരിച്ച്
ടാറ്റും കുത്തി നടന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇസ്രായേലിനാന്നല്ലേ പറയുള്ളൂ. സ്തോത്രം. അപ്പം അതുകൊണ്ടായിരിക്കാം മോശ ടാറ്റു കുത്തി എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നമ്മുടെ പിള്ളേരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു രീതിയായപ്പോൾ മിസ്രായിമനാണെന്ന് ആ കെട്ടിലും മട്ടിലും തോന്നിയത്. അത് പറഞ്ഞു. അങ്ങനെ അവൻ ആഹാരം കൊടുക്കാതെ വിട്ടത് എന്താന്ന് അവരുടെ ആതിഥേയത്വം വെച്ച് വീണ്ടും പോയി വിളിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്നു. ആഹാരം കഴിച്ചപ്പോൾ ചെറുക്കനെ കണ്ടപ്പോൾ യോഗ്യനായി തോന്നി. അങ്ങനെ ആ മകൾ സിപ്പോറയെ പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. മോശയ്ക്കും ഗതിയില്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ഷെൽട്ടർ, കയറി കിടക്കാൻ സ്തോത്രം ഒരു വീടുമായി, കുടുംബജീവിതത്തിന് സ്വപ്നത്തിൽ കിട്ടുന്ന പോലെ ഒരു ഭാര്യയായി, എല്ലാം കൂടിയായി. അദ്ദേഹവും പിന്നെ തിരുത്താനൊന്നും പോയില്ല. അങ്ങനെ മിസ്രായിമനാണെന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി 40 കൊല്ലം ആടുകളെ തീറ്റിയൊക്കെ നടക്കുമ്പോഴാണ് മുൾപ്പടർപ്പിൽ വെച്ച് യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചത്, നിന്നെ സഹായിച്ചത്, നൈൽ നദിയിലെ മുതലകൾ നിന്നെ തിന്നേണ്ട സ്ഥാനത്ത് നിന്നെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തിയത് ആടിനെ തീറ്റി നടക്കാനല്ല, എൻ്റെ ജനത്തെ വിടുവിക്കാനാണ്. ദൈവം നേരിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയതെന്ന് വേണമെങ്കിൽ പറയാം. സമ്മതിപ്പിച്ചു. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ പോയി വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സ്തോത്രം മോശ സിപ്പോറ മക്കളുമായിട്ട് നേരെ മിസ്രൈമിലേക്ക് ദൈവത്തിൻ്റെ വിളി കേട്ട് പോകുമ്പോഴാണ് 4-ാം അധ്യായത്തിൽ വെച്ച്, അവരെല്ലാം കുടുംബമായി പോകുന്ന വഴിക്കാണ് 4-ാം അധ്യായത്തിൽ വെച്ച് യഹോവയായ ദൈവം മോശയെ എതിരിടുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്യമുണ്ട്. മോശയെ സ്തോത്രം 24-ാമത്തെ വാക്യം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളെന്ന് പറഞ്ഞ് ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. സ്തോത്രം. ആ സമയത്താണ് പരിശോധന ചെയ്ത് രക്തമണവാളെന്ന്. അപ്പോൾ ഓക്കെ, ഞാനത് ചുരുക്കി പറയാം, കേൾക്കൂ. അപ്പോൾ ഇവർ സ്തോത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മിസ്രൈമിലേക്കുള്ള യാത്രാ മധ്യത്തിൽ ഒരു സത്രത്തിൽ, വൈകിയ വേളയിലായിരിക്കാം, അന്ന് ലോഡ്ജും ഹോട്ടലൊന്നും ഇല്ലല്ലോ, സത്രത്തിൽ കയറി ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ കാണും. ആ രീതിയിൽ അവിടെ സ്തോത്രം ചെന്ന് അവരെ വിശ്രമിക്കുന്ന വേളയിൽ പെട്ടെന്ന് യഹോവ മോശയെ കൊല്ലാൻ എതിരിടുന്നു. അതിനാ കളിയാ സ്തോത്രം. കർത്താവ് തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ സത്രത്തിൽ വെച്ച് കൊല്ലാൻ വേണ്ടി എതിരിടുക എന്ന് പറയുന്നത് യുക്തിക്ക് ചേരുന്നതല്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരു വിടുതലുണ്ടാകുന്നത്, സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് പരിച്ഛേദന കഴിച്ചു മകനെ. ആ സമയത്ത് അവനെ കൊല്ലാൻ വേണ്ടി എതിരിട്ട് യഹോവ അവനെ വിട്ടുമാറി. അങ്ങനെ പരിച്ഛേദന കഴിച്ചു. അതിൽ നിന്ന് നമുക്കവിടെ വിശദീകരണങ്ങളില്ല, വ്യാഖ്യാനങ്ങളില്ല. പക്ഷേ വേദപുസ്തക പരിജ്ഞാനമുള്ള ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. സ്തോത്രം. അത്രേ അതിനകത്ത് പറ്റുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, ഞാൻ മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു, ജനിക്കുമ്പോൾ യഹൂദനാണെങ്കിൽ ഇസ്രായേലിനാണെങ്കിൽ അബ്രഹാമിൻ്റെ കാലം മുതൽ 8-ാം നാളിൽ അവനെ പരിച്ഛേദന ഏൽപ്പിക്കണം. പക്ഷെ ഇസ്രായേലിനാണെന്നും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച സ്ഥിതിക്ക് പരിച്ഛേദന ഏൽപ്പിക്കാൻ പറ്റുമോ? മിദ്യാന്യം പുരോഹിതൻ്റെ വീട്ടിലല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു, പരിച്ഛേദനയൊന്നും നടന്നിട്ടില്ല. പക്ഷെ സിപ്പോറയോട് ഒരു പക്ഷേ നമുക്കറിയാം, ഈ ആത്മീക രണ്ടിനാൾ ഞരങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം വീട്ടിലൊട്ട് പറയാനും പറ്റിയല്ല, നമ്മൾ കർത്താവിനെ അറിഞ്ഞും പോയി, അങ്ങനെ ചില ആൾക്കാരുണ്ട്. സ്തോത്രം. അവരുടെ മാനസിക ഭാരം ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയിൽ സിപ്പോറയോട് പറഞ്ഞു 8-ാം ദിവസം അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം. കാരണം ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് കല്യാണം കഴിച്ചെങ്കിൽ 8-ാം ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ആഘോഷം. ഒരു കൊച്ചു, നമ്മുടെ മലയാളിക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ഒരു മാമോദീസ പോലെ അന്ന്. സ്തോത്രം. മാമോദീസ, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പണ്ട് മാമോദീസം കിട്ടുന്നത് നമുക്കറിയാം. അന്നൊരു വലിയ ആഘോഷമാണ്. സ്തോത്രം. എല്ലാവരും വരും, വലിയ സന്തോഷം. 8-ാം ദിവസം പരിച്ഛേദന ദിവസമാണ്. പക്ഷെ ഇവിടെ മിണ്ടാൻ പറ്റിയല്ല. ഇവിടെ സ്തോത്രം സംസ്കാരം വേറെയാണ്. അതുകൊണ്ട് 8-ാം നാളിൽ പരിച്ഛേദന കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ സിപ്പോറ ചോദിച്ചു കാണാൻ അച്ഛൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു, പരിച്ഛേദന എന്താണ്, ഞാൻ ആരാണ്, ഞങ്ങളുടെ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം ആ സാഹചര്യത്തോട് അന്നേരം അനുകൂലിച്ചു. പക്ഷേ അവസരം കിട്ടിയാൽ കർത്താവ് വിടിയേല. അതൊരു ഉപദേശമായി ഞാൻ പറയാം. ഒരു പക്ഷേ ചില കാര്യങ്ങൾക്കകത്ത് വിട്ടുവീഴ്ച ദൈവം ചില നാളുകളിലേക്ക് തന്നേക്കാം. പക്ഷെ ദൈവം തമ്പുരാൻ അവസരം ഉണ്ടാക്കി തരുന്നവനാണ്. ഇന്നൊരു പക്ഷേ നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നോ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു എന്നോ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നോ, വേണ്ട ഒരു സ്തോത്രം പോലും നിന്റെ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് കണ്ടേക്കാം. അതുകൊണ്ട് നീ മിണ്ടാതിരുന്നാലും ദൈവം ഒന്നും പറയല്ല. കാരണം ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്. പക്ഷെ നീ വിശ്വസ്തയോടെ നിന്നാൽ നാളെ ദൈവം തമ്പുരാൻ നിന്നെ അതിനകത്ത് സാക്ഷിയാക്കും, നിന്നെ അതിനകത്ത് പുറത്തിറക്കും. അപ്പോൾ നീ മടിക്കരുത്. ഞാൻ ദൈവവൈതലാണ്, ഞാൻ യേശുവിനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, അവന്റെ ആത്മാവ് എന്റെ അകത്തുണ്ട്, ഞങ്ങൾ വേറെ പാർട്ടികളാണ് എന്ന് പറയാൻ തന്നെ കാണിക്കണമെന്ന്. അത് കാണിക്കാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയെ കയറി പിടിച്ചു. പെട്ടെന്ന് കണ്ണും തള്ളി നാക്കും നീട്ടി അച്ചായൻ അങ്ങോട്ട് സ്തോത്രം പിടച്ച് വീഴാൻ പോകുന്ന നേരത്തെ ഒരു കൽക്കത്തി എടുത്ത് സിപ്പോറ കുഞ്ഞിനെ പരിച്ഛേദന കഴിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം തീർന്നു. അപ്പം അതിൽ നിന്ന് എന്താ കൂട്ടി വായിക്കാൻ പറ്റുന്നത്? ദൈവം ഭയങ്കര കർക്കശക്കാരനാണ്. ജനത്തെ വിടുവിക്കാൻ വേണ്ടി പോകുമ്പോൾ നിന്റെ ഭാഗത്തൊരു പോരായ്മ ഉണ്ടാകരുത്. ഞാൻ അവിടെ ഇരിക്കുന്ന അമ്മമാരോടും പിതാക്കന്മാരോടും പതുക്കെ പറയുകയാണ്, ആദ്യം കാണിച്ച ആവേശം ഇപ്പോഴും നിങ്ങൾ കാണിക്കണം.
കാരണം നിങ്ങൾ വിടുവിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. നിങ്ങൾ വിടുവിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തെയാണ്. നിങ്ങൾ വിടുവിച്ചെടുക്കേണ്ടത് ദൈവം നിങ്ങളെയാണ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് നാവ് കൊണ്ടൊരു വാക്ക് പോലും ദൈവത്തിന് ഹിതമല്ലാത്തത്, ചേരാത്തത്, ആത്മീകന് ചേരാത്തത്, വിടുതലിനെ തടയുന്നത്, ദൈവപ്രവർത്തിയെ തടയുന്നത് നിന്റെ ഭാഗത്തുണ്ടാകരുത്. കാരണം അടുത്ത നാളുകളിൽ നിന്നെ ഉപയോഗിച്ച് ദൈവത്തിന് വലിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വരുന്ന ആളുകളെ പ്രതീക്ഷയുള്ള ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം ചെവി തുറന്ന് കേൾക്കണം. അടുത്ത നാളുകളിൽ നിന്റെ കുടുംബത്തെ മുഴുവൻ ദൈവം വിടുവിച്ചെടുക്കും. പറവോന്റെ തിണ്ണയെ കിടക്കുന്ന പാരമ്പര്യവാദികളെ എൻ്റെ ദൈവം ഇറങ്ങി വിടുവിക്കും. അതിന് ദൈവം ആദ്യ ഫലമായ നിന്നെ ഉപയോഗിക്കും ദൈവം. പക്ഷെ ഒരു കാര്യം, ഇന്ന് പകൽക്കാലം ഡിസംബർ മാസം 24-ാം തീയതി കേട്ടോളണം, എൻ്റെ ഭാഗത്തൊരു കുറവ് കിടന്നിട്ട് ജനത്തിന്റെ വിടുതൽ നടക്കാതെ പോകരുതെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഭാഗത്തൊരു പോരായ്മ. ഇതൊരു ഫിൽറ്റർ ഡേ കൂടെയാണ്. നീ നിന്നെ തന്നെ അരിച്ചെടുക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ ഏതിനകത്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ദൈവം സ്തോത്രം ഈ സത്രത്തിൽ നിന്നെ കയറ്റി കൊല്ലാൻ ഭാവിച്ചതുപോലൊന്നും കൃപായുവത്തിൽ അത്രയും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോളണം, ഒരു വലിയ കാര്യത്തിനാണ് ദൈവം നിന്നെ പിടിച്ച് പുറത്തിറക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. അതിനകത്തൊരു ചെറിയ പോരായ്മ പോലും വരരുത്. ദൈവം ഇടപെട്ടു, കാര്യം നടന്നു, സ്തോത്രം. പക്ഷെ പിന്നീട് നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് രൂപരേഖകളോ ചരിത്രമോ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ അധ്യായത്തിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് എവിടെ വെച്ചോ ഈ പ്രത്യേക സാഹചര്യത്തിൽ സിപ്പോറയും കൂടി ഒരുമിച്ചാണ് മിസ്രൈമിലേക്ക് പോകാൻ ഇറങ്ങിയതെങ്കിലും എന്തുകൊണ്ടോ എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ പല വ്യാഖ്യാന പുസ്തകങ്ങളിൽ നോക്കി, ഈ ഭാഗങ്ങളൊക്കെ നോക്കി. സിപ്പോറ തിരിച്ച് അവളുടെ വീട്ടിലേക്ക്, ഇത്രോവിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് കുഞ്ഞുങ്ങളുമായി പോയി. പിന്നെ 18-ാം അധ്യായത്തിനകത്ത് മിസ്രൈമിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് അഹരോനൊക്കെ ചേർന്ന് ചെങ്കടലും കയറി മരുഭൂമിയിൽ എത്തിയപ്പോൾ നാളുകൾക്ക് ശേഷം അമ്മായിയപ്പൻ അറിഞ്ഞു. അതാണ് നമ്മൾ 18-ാമത്തെ അധ്യായത്തിന് 1 വായിച്ചത്. മോശയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെയും ആര് ചെയ്തത്? യഹോവയായ ദൈവം മോശയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെയും അമ്മായിയപ്പനായ യിത്രോ കേട്ടു. ഞാൻ വീണ്ടും ദൂത് പറയാം. സ്തോത്രം. കർത്താവ് ചിലരുടെ കാതുകളിൽ കേൾപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഭാര്യ വീട്ടുകാര് അമ്മായിയപ്പൻ എന്നൊക്കെ പറയുന്നത് വേറൊരു ബന്ധമാണ്. അവിടെ എപ്പോഴും നമ്മൾ മലയാളികൾ പ്രത്യേകം സൂക്ഷിക്കും. ഭാര്യ വീട്ടിൽ മാന്യതക്കേടൊന്നും വരാതെ, അപമാനിതനാകാതെ നിൽക്കാൻ വേണ്ടി മാക്സിമം സൂക്ഷിക്കും. സ്തോത്രം. ആഠ്യത്വമുള്ളവരല്ല. പക്ഷെ മോശ ഇവിടെ നിന്ന് പോയി കുറേ നാളുകളായി. എഴുത്തില്ലാത്ത, ഫോൺ വിളിയില്ലാത്ത ആ കാലഘട്ടത്തിൽ മിസ്രൈമിലേക്ക് പോയി. സ്തോത്രം. ആകപ്പാടെ കൺഫ്യൂഷനായി കാണും. എന്തൊക്കെ കേൾക്കുന്നത്? പെണ്ണിനെ കെട്ടിച്ചും കൊടുത്ത് കുഞ്ഞുങ്ങളുമായി. പക്ഷെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ അമ്മായിയപ്പൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ 4-ാം അധ്യായത്തിൽ വെച്ച് കണ്ട് പിന്നെ 18-ാം അധ്യായത്തിനകത്ത് എത്തുമ്പോൾ നീണ്ട അധ്യായങ്ങൾക്ക് ശേഷം സ്തോത്രം അമ്മായിയപ്പൻ കാതുകൾ കേൾക്കുന്നു, യഹോവ മോശയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു. ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ പ്രാർത്ഥന അതിനുള്ളതായിരിക്കട്ടെ. ചിലരറിയട്ടെ, നാളുകളായി നീ എവിടാന്നറിയാത്ത, നിനക്ക് എന്ത് പറ്റിയെന്നറിയാത്ത, ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വഴക്കോ പ്രശ്നമോ ഒന്നുമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മോശയുടെ ഭാര്യ പിണങ്ങി സഞ്ചി തൂക്കി പോയതാണെന്നൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കുകയില്ലല്ലോ. ചില മിസ്അണ്ടർസ്റ്റാൻഡ് കൊണ്ട് നിന്നെ പിരിഞ്ഞ് ദൂരെ നിൽക്കുന്ന ചിലരറിയട്ടെ, നീ സാധാരണക്കാരനല്ല. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ ദൈവം കയ്യും കെട്ടിയിരിക്കുന്നവനല്ല. നിന്റെ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്ന്. Glory, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കേണ്ടവർ കേൾക്കട്ടെ, അറിയേണ്ടവർ അറിയട്ടെ. നിങ്ങളുടെ മനസ്സിലൂടെ ആരൊക്കെയാണെന്ന് മിന്നിമറയട്ടെ. നാഥ, വൈരാഗ്യമില്ല, വാശിയില്ല, പക്ഷേ എൻ്റെ കുഞ്ഞിന് ജീവിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചാൽ, ഞാൻ മോശയുടെ കാര്യമല്ല പറയുന്നത്, ഇത്ര അങ്ങനെ പറഞ്ഞ് നല്ല സ്ഥാപിക്കുന്നത്. പക്ഷെ ദൈവാത്മാവിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ പറയുന്നു, നിന്റെ സന്തതിക്ക് ജീവിക്കാൻ അറിയില്ല, അവനാണ് കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞ് അപമാനിച്ച് നിന്ദിച്ചിട്ടിട്ട് പോയവർ അവരറിയട്ടെ, യഹോവയായ ദൈവം, നീ ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്റെ ചെറുക്കന് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു എന്നറിയുന്ന ഒരു സീസൺ തന്നെ ദൈവം വരുത്തട്ടെ. അടുത്ത ആണ്ടിലേക്ക് കയറുമ്പോൾ ഇത്രയും നാളും നീ പറഞ്ഞുകൊണ്ട് നടന്നത്, ദൈവദാസന്മാരുടെ മുമ്പിൽ പോയി കരഞ്ഞു നിന്നത്, പിശാച് എന്നോട് അങ്ങനെ ചെയ്തു, അയൽവക്കക്കാർ ഇങ്ങനെ ചെയ്തു, മറ്റൊരു കൂടോത്രം ചെയ്തു, വിശ്വാസം വീട്ടുകാർ ആ വിചാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതെങ്കിൽ അതിനെ തിരുത്തി പറയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, യഹോവയായ ദൈവം, നിന്നെ വിളിച്ച ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തു കഴിഞ്ഞു എന്ന്. കൃപ
അയ്യോ, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ മൈക്കും പിടിച്ച് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുകയും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇത്ര വലിയ ദൈവത്തെ, ഇത്ര വലിയ ശക്തനെ നിന്ദിച്ചവരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ, അവകാശങ്ങളെ പിടിച്ചു വെച്ചവരുടെ നടുവിൽ, കേസിനും വഴക്കിനും പോയവരുടെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തിരുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നന്ദി പറഞ്ഞേനെ. കാരണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേറെ ആരുമില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാനതിങ്ങനെ ചിന്തിച്ചു പോകുക, അതാണ് ശരിയെന്നോ അതാണ് അവിടുത്തെ ഹിസ്റ്ററി എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ വിവാഹം കഴിക്കാൻ പോലും അനാഥനായ, നാട് വിട്ട് ഓടിപ്പോന്ന, അപ്പൻ എവിടെ അമ്മ എവിടെ എന്നറിയാത്ത, ഒരു തൊഴിലില്ലാത്ത, സ്തോത്രം, ഹല്ലേലൂയ, ഓടിപ്പോന്ന് അലഞ്ഞു നടക്കുമ്പോൾ അഭയം കൊടുത്ത വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടി. അതൊരു ഭാഗ്യമല്ലേ? അതൊരു പുരോഹിതന്റെ മകൻ. അങ്ങനെ കിട്ടിയൊരു ഭാഗ്യാവസ്ഥ ജീവിതത്തിന്റെ പ്രത്യേക വേളയിൽ എന്ത് കാരണവുമാകട്ടെ ആ ഭാര്യയും കുഞ്ഞുങ്ങളെ അമ്മായിയപ്പൻ തിരിച്ച് വീട്ടിലാക്കി വെച്ചിരിക്കുന്നു. നീണ്ട നാളുകൾ ഒരു ദൗത്യത്തിന്റെ വെളിച്ചത്തിലാണെങ്കിലും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ആ ഭാര്യയെ തിരിച്ചു കിട്ടുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇവളിവിടെ അധികപ്പറ്റാന്നും പറഞ്ഞുകൊണ്ടല്ലോ സ്തോത്രം അമ്മായിയപ്പൻ കൊണ്ടുവരുന്നത്. പിന്നെ എന്താ ആ അധ്യായം ആരംഭിക്കുന്നത്? യഹോവയായ ദൈവം മോശയ്ക്ക് വൻകാര്യം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ വിട്ടു പോയവർ, നിന്നെ മറന്നവർ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, ഓ റബാല ശബരാദരാദര, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നാഥാ, കർത്താവേ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ മുടിപ്പിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ. ശത്രു പലതും ചെയ്തു, അതിൻ്റെ വേദന ഞങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷെ കാലം മാറി വരികയാ. 18-ാം അധ്യായം തുടങ്ങുന്നത്, സ്തോത്രം, അങ്ങകലെ മിദ്യാനിൽ അമ്മായിയപ്പൻ കേട്ടു ദൈവം ചിലത് ചെയ്തു. അപ്പോൾ മടക്കി അയച്ചിരുന്ന സിപ്പോറയെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ഇവിടെ വെച്ച് കൂടിക്കാണുകയാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം, ഈ അധ്യായത്തിൻ്റെ രംഗം അതാണ്. അവിടെ നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഇനി കേട്ടോളുക. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വന്നു 11-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്രോ തൻ്റെ മോശയുടെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു. നേരെ മോശ ആദരവോടെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു, അദ്ദേഹത്തെ ചുംബിച്ചു. സ്തോത്രം, ഇതെല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ 11-ാമത്തെ വാക്യം, യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതാരാ പറയുന്നതെന്നറിയാമോ? അമ്മായിപ്പം പറയുകയാണ്, ഇത്ര പറയുകയാണ്. സ്തോത്രം, മരുമോൻ്റെ തോടെ തട്ടിയിട്ട്, മിടുക്കൻ, നീ ഇത്ര ഭയങ്കരനാന്ന് ഞാൻ അറിഞ്ഞില്ലടാ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്നെ വിളിച്ച ദൈവം, അങ്ങനല്ലേ പറഞ്ഞത്? യഹോവ സകല ദേവന്മാരിലും വലിയവനാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു എന്നല്ല, ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം ഇങ്ങനെ വേദപുസ്തകത്തിൽ കുറെ കക്ഷികൾ 3 കൊല്ലം സെമിനാരി പഠിച്ചിട്ടല്ല, സ്തോത്രം, അതല്ലെങ്കിൽ ആണെങ്കിലും വീട്ടിൽ വന്ന് ബൈബിൾ ക്ലാസ് എടുത്തിട്ടല്ല, ചിലര് നിന്ന് കൊടുത്തപ്പോൾ, പണ്ട് ബാബിലോണിൽ സ്തോത്രം നെബൂഖദ്നേസറിന്റെയും ബേൽശസ്സറിന്റെ ഒക്കെ മുമ്പിൽ എബ്രായ ബാലന്മാരും ദാനിയേലൊക്കെ നിന്ന് കൊടുത്തപ്പോൾ അന്ന് അവിടെ തെളിഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് സാക്ഷാൽ ദൈവം, ദാനിയേലിന്റെ ദൈവമാണ് സാക്ഷാൽ ദൈവം, അവനെ ആരാധിക്കാവൂ എന്ന്. പകലിൽ ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായി എൻ്റെ പ്രഭാഷണങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കും. സ്തോത്രം, മറ്റൊന്നുമല്ല, ദൈവം സഹായകനാണ്. പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്തോത്രം പാട്ടുപാടിയും പ്രാർത്ഥിച്ച് ഈ സഹായമെല്ലാം ആരും അറിയാതെ അടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെക്കാനല്ല ഇങ്ങനൊരു യോഗം വെച്ചിരിക്കുന്നത്. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ നന്മ അനുഭവിക്കുന്നതിനകത്തോ നമ്മൾ വിടുതൽ അനുഭവിക്കുന്നതിനകത്തോ നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുന്നതിനകത്തൊന്നും ദൈവം എതിരല്ല. പക്ഷെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും നിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരറിയണം, നീ സേവിക്കുന്ന ദൈവം വലിയവനാണ്. അതിന് എഗ്രി ചെയ്യുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. കർത്താവേ, എന്ത് നടന്നാൽ 2026 ഒരു വർഷം എനിക്ക് തന്നാൽ
25 വരെയും പല കാര്യങ്ങളും ഞാൻ മിണ്ടിയിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ സ്വർഗം എന്ത് ചെയ്താലും ലജ്ജ കൂടാതെ എൻ്റെ സമപ്രായക്കാരോട്, എൻ്റെ കൂടെ പഠിക്കുന്നവരോട്, എൻ്റെ കൂടെ വളരുന്നവരോട്, എൻ്റെ രക്തബന്ധുക്കളോട്, എൻ്റെ ഭാര്യ വീട്ടിൽ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ, ദൈവമേ നീയാണ് വലിയവൻ, ഞാനല്ല ഹീറോ, നീയാണ് ഹീറോ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്ന് പറയാൻ, എന്ന് പറയിപ്പിക്കാൻ അതിന് നമ്മൾ നിന്ന് കൊടുത്തെങ്കിലേ പറ്റൂ. സ്തോത്രം. ഇത്രോ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഇത്രയും ആളുകൾ ബഹുമാനത്തോടെ, കാര്യം ഒറ്റപ്പെട്ട കേസിലൊക്കെ മോശക്കെതിരെ അവർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജനം മോശയോട് പിറുപിറുത്തു. ചില റൂഡായിട്ടൊക്കെ ഇടപെട്ട പല വിധം 40 വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്രായേൽ ജനമേ. പക്ഷേ അവരെ വിടിവിച്ച ആത്മീക നേതാവ് എന്ന നിലയ്ക്ക് അസാധാരണ ബഹുമാനമാണ് അവർക്ക് അവരോട്. അപ്പോൾ അതൊക്കെ എൻ്റെ ചിന്താഗതിക്ക് അത് പറയുകയാണ്, കാണേണ്ടവർ കാണട്ടെ. സ്തോത്രം. ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ മിദ്യാനിലെ തെരുവിലൂടെ കറങ്ങി നടന്ന നിന്നെ ഒരുപക്ഷെ ഈ അമ്മായിയപ്പൻ നല്ല മനുഷ്യനാണ്, അല്ല ഞാൻ കുറ്റം പറയുകയല്ല. സ്തോത്രം. എക്കടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മോശം ഒന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു മിസ്രൈമൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന, ദീർഘദൂരം ഓടിപ്പോന്ന് ഓടി സ്തോത്രം രക്ഷപ്പെടാൻ വേണ്ടി നടന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത, കിടക്കാടമില്ലാത്ത, സ്തോത്രം, ഒരു മകനെ എന്തുകൊണ്ടോ വിശ്വസ്തനെന്നെണ്ണി സ്വന്തം മകളെ ഭാര്യയായി കൊടുത്ത ഈ അപ്പൻ്റെ കണ്ണിന് മുമ്പിൽ എൻ്റെ ദൈവം തെളിയിച്ചു. സ്തോത്രം. ഇവൻ സാധാരണക്കാരനല്ല. അഴിഞ്ഞെട്ടിപ്പോയി. ഇത്രയും ജനത്തിന്റെ ബഹുമാനം, ഇത്രയും ആളുകളുടെ സ്തോത്രം, വലിയ ആൾക്കൂട്ടം, അതിനിടയിൽ അവരുടെ നേതാവായി നിൽക്കുന്ന ഈ ഒറ്റയാൻ, എൻ്റെ മോളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അഴിഞ്ഞെട്ടിപ്പോയിട്ട് പറയുകയാണ്, മോശേ എനിക്കൊരു കാര്യം ഇപ്പം മനസ്സിലായി, എനിക്ക് ഒത്തിരി അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല സ്തോത്രം. പക്ഷെ ഞാൻ ഈ കൂടെ ഒന്ന് ഗസ് വർക്കോടെ ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത്രയൊന്നും വിചാരിച്ചില്ല. നിന്റെ ദൈവത്തെക്കുറിച്ചൊക്കെ സ്തോത്രം സംഭവമൊക്കെ നീ അന്ന് സുശേഷ വേലയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോ, മനസ്സോടെ ആണെങ്കിൽ നീ പ്രായമുള്ളവനാണ്, കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്, ആസ്വദിക്ക്, നീ ഞാൻ പോകണ്ടെന്ന് പറയുക, അങ്ങനെയൊക്കെ വിട്ടെങ്കിലും നിന്നെ വിളിച്ച ദൈവം ഇത്ര വലിയവനാണ് ഞാൻ ഇപ്പോൾ അറിയുന്നത്. സകല സുവിശേഷ വേലക്കാരും സകല കർത്തൃദാസന്മാരും ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ ദൈവം വലിയവനാണ്. സ്തോത്രം. നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വലിയവനാണ്. വീട്ടുകാരറിയട്ടെ, നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പാട്ട കൊട്ടിയവരും നിന്ദിച്ചവരും അപമാനിച്ചവരും സ്തോത്ര കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കിയവരൊക്കെ അറിയട്ടെ, പോയത് നന്നായി എന്നല്ല, നിന്നെ വിളിച്ച ദൈവം വലിയവൻ. അത് പറയിപ്പിക്കാൻ ഇച്ചിരി നാൾ പിടിച്ചു നിൽക്കണം, അത് പറയിപ്പിക്കാൻ കുറച്ച് നാൾ കാത്തു നിൽക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് പറയിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ലാസ്റ്റ് സീനിലേക്ക് വരാം. സ്തോത്ര. ഹല്ലേലൂയ. എന്താണെങ്കിലും ഒരു ദിവസം പാളയത്തിൽ അവർ തങ്ങി. 13-ാം വാക്യം പറയുന്നു, പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. സ്തോത്രം. മരുഭൂമി, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ പഠന വിഷയമാണ്. ആ മേഘത്തിൻ്റെ കീഴെ എത്രയോ പ്രൗഢമാണെന്നറിയാമോ? സ്തോത്രം. അതിന് സ്തോത്രം, ഇബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മോശ ദൈവഭവനത്തിലായിരുന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. വ്യാഖ്യാനിച്ച് കൊണ്ടുവരണം, പക്ഷെ അത് ഈ പ്രസംഗത്തിൽ ചേർക്കാൻ പറ്റിയല്ല. വേറെ സന്ദർഭത്തിൽ നമുക്ക് ദൈവഭവനം എന്ന വിഷയം ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കും. ആദ്യത്തെ 40 വർഷം മോശ കൊട്ടാരത്തിലായിരുന്നു. രണ്ടാമത്തെ 40 വർഷം മോശ ആടുകളെ തീറ്റിയായിരുന്നു. അടുത്ത 40 വർഷം മോശ ദൈവത്തിൻ്റെ ഭവനത്തിലായിരുന്നു. എന്ന് പറഞ്ഞൊരു കറങ്ങുന്ന കസേരക്കകത്തിരുന്നല്ല, ആ മേഘത്തിൻ്റെ കീഴെ ദൈവഭവനം എന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കണം. അത് വിട്ടുകളയുകയാണ്. ഇപ്പോഴത്തെ ചിന്തയിൽ നിന്ന് ഞാൻ അടർന്നു മാറുകയാണ്. സ്തോത്രം. ഗ്രഹിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ കുറിച്ച് വെച്ചിട്ട് പിന്നീട് പഠിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ഗംഭീര പ്രസംഗത്തിനുള്ള വകയുണ്ട്. ദൈവഭവനം, അതിനകത്ത് എന്താണുള്ളത്, എങ്ങനെയാണ്. അപ്പം അവിടെ മരുഭൂമിയാണ്, വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. സ്തോത്രം. അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ഈ മോശയുടെ അമ്മായിയപ്പൻ കണ്ടു. ഞാൻ ചുരുക്കാം, സമയം അതിക്രമിക്കുന്നുണ്ട്. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ മോശ സ്തോത്രം ഇവരുടെ എല്ലാവരുടെയും പുറകെ നടന്ന്, ഇവരുടെ ദാസനായിരിക്കുന്നല്ല, ഇവർ ന്യായം വിധിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഒരു ന്യായാധിപൻ. എത്രയാൾ? 30 ലക്ഷത്തോളം ആളുകളുണ്ടെന്ന് പറയുന്നു. ആളുകൾ രാവിലെ മുതൽ മോശയെ തേടി വരുന്നു. നിങ്ങളെ രംഗം ഒന്ന് കാണണം. നിങ്ങളുടെ അപ്പനല്ലേ, അമ്മയല്ലേ, നിങ്ങളുടെ മക്കൾ വീട്ടിലുണ്ടോ, എവിടെ ആയിക്കോട്ടെ. സ്തോത്രം. പദവിയിലിരിക്കുമ്പോൾ, അപ്പനും അമ്മയും വീട്ടിലുള്ളപ്പോൾ നിങ്ങളുടെ മോനെ തേടി, സാർ ഇവിടെ ഉണ്ടോ,
നിങ്ങളെ അല്ല, നിങ്ങളുടെ മോനെ. സാറിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രാവിലെ മുതൽ നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിങ്ങളുടെ മോനെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് അറിഞ്ഞ് വരുന്ന ഒരു സീൻ അപ്പൻ കണ്ടാൽ ആ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ കുളിർമ നിങ്ങൾക്ക് മനസ്സിലാവോ? സ്തോത്രം. അതിന് പകരം കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു വന്നാലോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പോൾ സ്തോത്രം, അയാൾ ഞെട്ടിപ്പോയി. എൻ്റെ ഭാവനയല്ല, എൻ്റെ സന്ദേശമാണിത്. ചിലരെ ഞെട്ടിക്കണം. നീ ഒത്തിരി കഷ്ടം സഹിച്ചവനാ, നീ ഒരുപാട് ഞരങ്ങിയവനാ, ജീവിക്കാൻ വേണ്ടി പാടുപെട്ടവനാ. ഈ പറയുന്ന നാളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നീ സഹിച്ചവനാ, നീ തളർന്നവനാ. ഇങ്ങനെ ഒരു നാളിന് വേണ്ടി ദൈവം നോക്കിയിരിക്കുകയായിരുന്നു. ഇതുപോലെ നിന്നെ കാണാൻ, ആ വാക്ക് ഞാൻ ഒന്നോട് തെളിച്ചു പറയാം, എന്നേലും ഒക്കത്തുള്ളൂ. 15:16 മോശ തന്റെ അമ്മായിയപ്പനോട് പറയുന്ന വാക്ക് കേട്ടോളേ. ദൈവത്തോട് ചോദിക്കാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവരെൻ്റെ അടുക്കൽ വരും. കരയാതെ എങ്ങനെ ഞാനിത് പ്രസംഗിച്ചു തീർക്കും? അമ്മായിയപ്പനോട് പറയാ, അയാൾ കണ്ണുതള്ളിപ്പോയി. ഞാൻ പച്ച മലയാളം പറയാട്ടോ. അയാൾ സ്തോത്രം, ഇത്രയും ആളുകൾ രാവിലെ മുതൽ ഓരോരുത്തർ ഇങ്ങനെ സ്തോത്രം നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നുമണ്ണിന് കഴിക്കണ്ടേ, ഇത് കുടിക്കണ്ടേ, നീ ഇങ്ങനെ സ്തോത്രം ശരീരം നോക്കാതെ. അതൊക്കെ ഒറിജിനൽ സുശേഷ വേല. ആളുകൾ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അയാൾ ഞെട്ടിട്ട് ചോദിച്ചപ്പോൾ അന്നേരം മോശ പറയുകയാണ്. മോശ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താ പറഞ്ഞത്? സ്തോത്രം, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്ക വരുന്നു. ദൈവത്തോട് ചോദിക്കാൻ ജനം എൻ്റെ അടുക്ക വരുന്നു. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവർ പിന്നെ എങ്ങോട്ട് പോകാനാ? നിങ്ങൾ ഓർത്ത് നോക്കി, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് യൗവനക്കാർ, കർത്തൃവേലക്കാർ, ഈ ദൈവത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവർ, സ്തോത്രം, കാര്യസാധ്യത്തിന് മാത്രം കർത്താവിനെ കാണുന്നവരല്ല, ദൈവത്തെ വലുതായി കാണുന്നവർ, അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്തോത്രം. ഇന്ന് നിനക്കൊരു കാര്യം വന്നപ്പോൾ നീ ഒരുപാട് പേരുടെ മുമ്പിൽ ചെന്നു. ഞാൻ ചെന്നിട്ടുണ്ട്. ബന്ധുക്കളുടെ, സ്നേഹിതരുടെ, ആത്മീകരുടെ ഒക്കെ മുമ്പിൽ. കാര്യമില്ലാതെ രാവിലെ മുതൽ തൊഴിലാക്കിയവരുണ്ട്. അവരെ നമുക്ക് ഇന്ന് വെറുതെ വിടാം, പോട്ടെ. പക്ഷെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ, അവിടെയാണ് നമ്മുടെ ദൂതിൻ്റെ വാക്ക് കിടക്കുന്നത്. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഒരുപാട് പേരുടെ മുമ്പിൽ ഒരു കാര്യത്തിന് വേണ്ടി, എൻ്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ, സ്തോത്രം, അതിനു വേണ്ടി ഒരുപാട് കൊതിച്ച് ആശ്രയിച്ച് നടന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മാർഗത്തിനകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കണം എന്നുള്ളൂ. ഇതിനകത്ത് നീ മറിയരുത്, ഇളകരുത്, പിടിച്ചു നിൽക്കണം. കുറെ കഴിയുമ്പോൾ, ഞാൻ എൻ്റെ അനുഭവം കൂടി ചേർത്ത് പറയാം, സ്തോത്രം, കുറെ കഴിയുമ്പോൾ കാലം തിരിഞ്ഞു വരും. ദൈവം നിന്റെ അടുക്കൽ, നീ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കോളിംഗ് ബെല്ലടിക്കും. നിന്റെ വീട്ടുപടിക്കൽ ആൾ വരും. നീ ദൈവത്തിന്റെ ആളായി നിന്നാൽ അത്ര വലുതായി കാണണം ദൈവവേലയെ, അത്ര വലുതായി കാണണം ദൈവഭവനത്തിലെ ജീവിതത്തെ. അദ്ദേഹത്തിന്റെ അപ്പയോട് പറഞ്ഞു, അപ്പ, ഇവരെങ്ങോട്ട് പോകുന്നു? ഇനി വേറെ ഇവർക്ക് പോകാൻ വഴിയില്ല. ഈ മേഘത്തിന്റെ കീഴിൽ നിന്ന് വേറെ എങ്ങോട്ട് പോകാൻ ഇവർക്ക് വഴിയില്ല. ഇവർക്ക് വെള്ളമില്ലാതായാൽ, ഇവർക്ക് ആഹാരം ഇല്ലാതായാൽ, ഒരിക്കലും ഞങ്ങളുടെ ദൈവം ഒരന്യന്റെ അടുക്കളപ്പുറത്ത്, നിങ്ങൾ ഓർത്ത് നോക്കിയ 40 കൊല്ലം ഈ ജനം ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഒരു പബ്ലിക് ടാപ്പിന്റെ ചോട്ടിൽ പോയി നിൽക്കാൻ ഈ ദൈവം അനുവദിച്ചില്ല, അനുവദിക്കില്ല ദൈവം. ഒരു പഞ്ചായത്ത് കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഒരടുക്കളപ്പുറത്ത് പോയി നിന്ന്, ചേച്ചി സ്തോത്രം, കഞ്ഞിവെള്ളം ഉണ്ടോ എന്ന് ചോദിക്കാൻ അനുവദിക്കുന്ന ദൈവം അല്ല ഈ ദൈവം. ഹല്ലേലൂയ, അല്ല ഈ ദൈവം. സ്തോത്രം. മോശ പറഞ്ഞു, ഇവർക്കൊരു കാര്യം ഉണ്ടായാൽ ഇവരെ ദൈവം അങ്ങും വിടത്തുമില്ല, ഇവരെങ്ങും പോകത്തുമില്ല, ഇവരെന്റെ അടുക്ക വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെ എപ്പോ വരെയാന്ന് പറയാനൊക്കെയല്ല, അത്രയ്ക്ക് ഇവര് സ്തോത്രം വന്ന് ചോദിക്കും. അതുകൊണ്ട് എൻ്റെ തീറ്റയോ കുടിയോ എൻ്റെ ബുദ്ധിമുട്ടോ ഇതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഉറങ്ങിയോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല. ഇവരാണ് എൻ്റെ ജീവൻ, ദൈവം ഏൽപ്പിച്ചതാണ് എൻ്റെ ദൗത്യം. ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു അഡ്വൈസ് കൊടുത്തതാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം കണ്ടു, മോനെ ശരിയാണ്, നീ പറയുന്നത് 100% ശരിയാണ്. പക്ഷേ അപ്പൊ ഒരു കാര്യം പറയാം, സ്തോത്രം, കുറച്ചുകൂടെ ഈ കാര്യത്തിനകത്ത് നിനക്ക് കൈകാര്യം ചെയ്യാം. അവിടെയാണ് നിനക്ക് പിടിച്ചു നിൽക്കാൻ. യു വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ദിസ് സ്ട്രെയിൻ. ഭയങ്കര സ്ട്രെയിനാണ് നിനക്ക്. പക്ഷെ
പക്ഷെ ഇതൊന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടാൻ നീ ഒരു കാര്യം ചെയ്യണം. അത് പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം. ആ അഡ്വൈസ് മോശ അംഗീകരിച്ചായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. നമ്മളിവിടെ നിർത്തുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ നിർത്താം. കേട്ടോളണം, വിശ്വസിക്കുക. ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു പണി നടക്കുകയല്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 14 ദിവസം കേട്ട ദൂതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടുണ്ടാവും. അമ്മായിയപ്പനൊന്നും ആയിരിക്കുകയല്ല. കർത്തൃദാസന്മാർ ഇവിടെ മാറി മാറി നിന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ചുമ്മാ ഇരുന്ന് കൈയടിച്ചിട്ട് പോകാനല്ല. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ മുമ്പിൽ ശരിക്കും ശ്രദ്ധിച്ചായിരിക്കുന്നതെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കും. അത് യോഗത്തിന്റെ പ്രത്യേകതയാ. സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കും. അത് ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അത് ഏറ്റെടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, സ്വർഗം അത് നിനക്ക് അനുവദിച്ചു തന്നാൽ, ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. നീ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയത്തിന്റെ മുമ്പിൽ നിനക്കിനി പേടിക്കേണ്ട വരില്ല. നിനക്കതിനെ ഓവർകം ചെയ്യാം. നിനക്കതിനെ ക്രോസ് ഓവർ ചെയ്യാം. നീ ഭാരപ്പെടണ്ട. നീ ജീവിതം മടുക്കണ്ട. നീ ആകപ്പാടെ കരിങ്കല്ലും ചുമന്നോട് നിൽക്കുന്നത് പോലെ ജീവിക്കണ്ട. നിനക്ക് നിന്ന് പൊറുക്കാൻ ദൈവം ചില വഴികൾ ഒരുക്കും. കർത്താവ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ 14 ദിവസം യോഗത്തിന് കേട്ടു, ശ്രദ്ധിച്ചു, വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ വന്നാണെങ്കിലും ആവേശത്തോടെ കൈയടിച്ചു, പല കാര്യങ്ങൾ എഴുതിയെടുത്തു. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ദൈവം എന്നോട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായിട്ടില്ല പാസ്റ്ററേ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. അടുത്ത 7 ദിവസം കൂടി യോഗത്തിന് ഇരിക്കണം. നാളെ മുതൽ പറഞ്ഞോളും. എന്തെങ്കിലും പറയാതിരിക്കില്ല ദൈവം. അത് കേട്ടനുസരിക്കുകയും അത് ദൈവം അനുവദിക്കുകയും ചെയ്താൽ ഏത് കൊടുങ്കാറ്റിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാം. സ്തോത്രം. അതിന്റെ തെളിവുകളിലേക്ക് പോകാൻ വാക്യങ്ങളുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്ന പല വിഷയത്തിന് നടുവിലും, തല കുനിയപ്പെടേണ്ട വിഷയത്തിന് നടുവിൽ, സ്ട്രെയിൻ ചെയ്ത വിഷയത്തിന് നടുവിൽ പിടിച്ചു നിന്നവരുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹിച്ചു നിർത്താം. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയങ്ങളുമായി, പണമില്ലാത്തതായിരിക്കുകയല്ല, മനോദുഃഖങ്ങളും വേദനകളുമായി ആരെങ്കിലും ഈ പൗരുഷന്റെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും കർത്താവ് എന്നോട് എൻ്റെ പ്രാർത്ഥനാ വേളയിൽ ഞാൻ ഈ സന്ദേശമൊക്കെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു കൊച്ചു കടലാസ് കുറിപ്പിനകത്ത് എഴുതി വെച്ചിട്ട് എൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ജനത്തിനുള്ള മന്നയാണ്. ഇതിനകത്ത് പാഴ്വാക്കും പതിരും ഉണ്ടാകരുത്. ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഇതെന്താണോ എന്നോട് പറഞ്ഞത് അത് തന്നെ അവിടെ സംഭവിക്കണം. ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എത്ര വിഷയമായി, ആരുടെ നടുവിലായിക്കോട്ടെ, എത്ര ഭാരമായിക്കോട്ടെ, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിന്നു പൊറുക്കാൻ പറ്റാത്തൊരു വിഷയമുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെ ദൂരെ വീടുകളിലാണെങ്കിലും, സ്തോത്രം, ഇന്ന് ഇതിനകത്താണെങ്കിലും, ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ തിരക്കേറിയ നാട്ടിൽ വലിയ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നിങ്ങൾ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ വഴിയോരത്തേക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിടാമെങ്കിൽ ദയവായിട്ട് ഒതുക്കിയിടുക. 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കുക. വീടുകളിലും ഇവിടെയുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കർത്തൃദാസന്മാരെ, സുവിശേഷകന്മാരെ, ദൈവമക്കളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. നീ ഒരു അപവാദ വിഷയമാകരുത്. നിനക്ക് കരുത്തില്ലെന്ന് പറയരുത്. നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നീ ശക്തനായിരിക്കണം. നിന്റെ ജനത്തിന്റെ ഇടയിൽ നീ അധികാരിയായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവര് നിന്നെ തേടി വരണം. നിന്നിലുള്ള കൃപാവരം ജ്വലിക്കുന്നത് അവർ കാണണം. നിന്റെ അധികാരം വെളിപ്പെടണം. ജനങ്ങൾ നിന്നെ തേടി വരുന്നത് കാണണം. അത്രയ്ക്ക് 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 നീ ജനത്തിനും ദൈവത്തിനും ആവശ്യമുള്ള ഒരു വ്യക്തിയായി മാറണം. ആർക്കും വേണ്ടാത്തൊരു വസ്തുവായി ഇനി അപമാനിതനായി നടക്കരുത്. നെഹമ്യാവ് പറഞ്ഞതുപോലെ ഇനി നിന്നാ വിഷയമായി ഇരിക്കരുത്. കണ്ണടച്ച ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, 4-ാം അധ്യായത്തിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് തലകുനിച്ചു പോന്നു. തന്നെത്താൻ കരഞ്ഞു. ആളുകൾ അവനെ കരയിപ്പിച്ചു. സഹിക്കാവുന്നതിന്റെ പരമാവധി അകത്തുനിന്നും പുറത്തുനിന്നും സഹിച്ചു. പക്ഷെ 18-ാം അധ്യായം, എന്റെ ഭാഷയെ പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, എന്റെ കൂട്ടുവേലക്കാരായ കർത്തൃദാസന്മാരെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞു. അതൊരു ഹീറോയുടെ അധ്യായമാണ്. അത് ആരുടെ മുമ്പിൽ? അമ്മായിയപ്പന്റെയും ഭാര്യയുടെ ഒക്കെ മുമ്പിലേ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്ക്. നീ ആരാണ്? നിന്റെ വിളി എന്താണ്? നിന്റെ ദൈവം ആരാണ്? നിന്റെ കരുത്ത് എന്താണ്? നിന്റെ അഭിഷേകം എന്താണ്? നിന്റെ ശുശ്രൂഷ എന്താണ്? നിന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന സ്തോത്രം ദൈവീകത എന്താണ്? അതറിയുന്നൊരു കാലം വരട്ടെ. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നു, ചില പ്രശ്നങ്ങൾ തീരുന്നു.
ഇത് നിങ്ങൾ നോട്ടീസ് അടിക്കണ്ട, നിങ്ങൾ ടി വിയിൽ പരസ്യം കൊടുക്കണ്ട. ഇത് തെളിയാൻ തുടങ്ങിയ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളെ കാണാൻ ആളുകൾ വരും, നിങ്ങളുടെ കൈ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ. ഗ്ലോറി യേശുവേ, യേശുവേ, പരിശുദ്ധനേ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാം, വിശ്വസിക്കുന്നവർ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളുടെ കുടുംബജീവിതം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, വിവാഹം കഴിച്ചയച്ച മക്കൾ, പെൺകുഞ്ഞുങ്ങൾ, നിങ്ങളെ വിളിച്ച് കരഞ്ഞ വാക്കുകൾ, ഇതെല്ലാം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അടിയങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത 2025 എങ്ങനെയെങ്കിലും ചത്താ മതിയായിരുന്നു എന്ന് വിചാരിച്ച ചിലരെങ്കിലും ഇന്ന് ഈ ഉപവാസത്തിൽ കാണും. അവർക്ക് സ്ട്രെയിൻ നിമിത്തം, ഭയങ്കരമായിരിക്കുന്ന പ്രോബ്ലംസ് നിമിത്തം നിന്ന് പൊറുക്കാൻ പറ്റാതെ ഭാരപ്പെട്ടവർ, ഇന്ന് അവരെ ദൈവം പരിഗണിച്ചതിനായി നന്ദി. അവരുടെ വിഷയത്തെ തൊട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ 18-ാം അധ്യായത്തിലെ മോശ ഈ യോഗത്തിലുണ്ട്. എന്നെ കേട്ടവരുടെ ഇടയിലുണ്ട്. അവര് പുറത്തു വരട്ടെ. അവരെ ദൈവം കൈപിടിച്ച് പുറത്ത് കൊണ്ടുവരട്ടെ. അപ്പാ, അടുത്ത ദിവസങ്ങളിലെ യോഗങ്ങൾ അതിനു വേണ്ടിയായിരിക്കട്ടെ. കരഞ്ഞവരും നിലവിളിച്ചവരും ദൈവത്തിൽ ഉറച്ചവരുമായവർ, അവരെ ദൈവം കരുതിയാക്കണേ. പ്രാർത്ഥിച്ച് കരങ്ങളിൽ തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കൊയർ തയ്യാറായിരിക്കുകയാണ്. അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കരമടിച്ച് സന്തോഷത്തോടെ ദൈവം വലിയവ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് മറ്റുള്ളവരുടെ കാതിൽ കേൾക്കാൻ പോകുകയാണ്. അതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുകയാണെന്നുള്ള വിശ്വാസത്തോടെ കരമടിച്ച് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ചേർന്ന് പാടി ആരാധിക്കാം. ഒരുമിച്ച് കരമടിച്ച്. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമടയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമടയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാ ജയം ലഭിച്ചതിനാൽ. ഓ, നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അതു ഭദ്രമത്രേ. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നന്മ പ്രാപിക്കും, വരികയില്ല. നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും.